Good evening to you all. Calicut University 6th Sem BCom Corporation Specialization Paper Cooperative Management and Administrationൻ്റെ ക്ലാസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്, എന്താണ് കമ്പനി ഓഡിറ്റ്, എന്താണ് ഗവൺമെൻറ് ഓഡിറ്റ് എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഒക്കെ എന്താണെന്നുള്ളത് ലൈക്ക് നമ്മുടെ നോർമൽ ഓഡിറ്റ് ഇല്ലേ, അത് തന്നെയാണ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. ഓക്കെ, cooperative audit is a close examination of financial transactions, maintenance of books of accounts and documents and other records of a business, and includes an inquiry into the affairs of the society in order to ascertain the correctness of accounts and the extent to which its activities were useful in promoting the economic welfare of its members in accordance with the cooperative principles. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമിൻ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്? കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ്, അതായത് അക്കൗണ്ട്സിലെ കറക്റ്റ്നെസ് അറിയുന്നതിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ അവിടെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്നത് അതിലുള്ള മെമ്പേഴ്സിൻ്റെ എക്കോണമിക് വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ലേ അവിടുത്തെ ആക്ടിവിറ്റീസ് നടക്കുന്നതിന് വേണ്ടിയിട്ട്, അതൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നടത്തുന്നത്? കോപ്പറേറ്റീവ് ഓഡിറ്റ് നടത്തുന്നത്. ഓക്കെ, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, documents and other records of a business, and includes an inquiry into the affairs of the society in order to ascertain the correctness of accounts and the extent to which its activities were useful in promoting the economic welfare of its members in accordance with the cooperative principles. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എന്താണ് കമ്പനി ഓഡിറ്റ് എന്നാണ്. ഓക്കെ, കമ്പനി ഓഡിറ്റ്. കമ്പനീസ് ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദി കമ്പനീസ് ആക്ട് 2030 ആൻഡ് ഏർലിയസ്റ്റ് ആക്ട് ഹാവ് ടു compulsorily audit its books of accounts as the owners and the management of the company is different. അതായത് 2013 പ്രകാരമുള്ള കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ അതിൽ മുന്നേയുള്ള ഏതെങ്കിലും ഒരു ആക്ട് പ്രകാരം എല്ലാ കമ്പനീസും ഓഡിറ്റ് നടത്തിയിട്ടുണ്ടായിരിക്കണം. അത് നടത്തുന്നത് ആരായിരിക്കും? ഒന്നൊക്കെ ഷെയർ ഹോൾഡേഴ്സ്, അതായത് ഓണേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മാനേജ്മെൻ്റ് ആയിരിക്കാം. ഓക്കെ, ദ കമ്പനി ഓഡിറ്റേഴ്സ് റൈറ്റ്, ഡ്യൂട്ടീസ്, അപ്പോയിൻമെൻറ്റ്, റിമ്യൂണറേഷൻ എക്സെട്ര ആർ ഗവേൺഡ് ബൈ ദി പ്രൊവിഷൻ ഓഫ് ദി കമ്പനീസ് ആക്ട്. അതായത് ആ ഓഡിറ്റർക്ക് ഉണ്ടായി, അതായത് നമ്മളിപ്പോൾ ഒരു കമ്പനി ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അതൊരു ഓഡിറ്റർ ആയിരിക്കുമല്ലോ നടത്തുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആ ഓഡിറ്ററുടെ റൈറ്റ്സ്, ഡ്യൂട്ടീസ്, അപ്പോയിൻമെൻറ്റ്, റിമ്യൂണറേഷൻ എത്രയാണ് കൊടുക്കേണ്ടത്, അതൊക്കെ നമ്മുടെ കമ്പനീസ് ആക്ടിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ കമ്പനി ഓഡിറ്റിന് പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് ചിലപ്പോൾ വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കേട്ടോ. ഓക്കെ, ആൻഡ് ദി പേഴ്സൺ ഹു കണ്ടക്ട് ദ ഓഡിറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സ്. അതുപോലെ തന്നെ ആരാണോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തുന്നത് ആ വ്യക്തിനെയാണ് എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ എന്ന് പറയുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം അയാൾ. ഓക്കെ, എ പേഴ്സൺ ഷാൾ ബി എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് ആൻ ഓഡിറ്റർ ഓഫ് എ കമ്പനി ഓൺലി ഇഫ് ഹീ ഈസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഓക്കെ, അതാണ് കമ്പനി ഓഡിറ്റിൻ്റെ കേസിൽ പറയുന്നത്. പിന്നെ ഗവൺമെൻറ് ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ് ഓഫീസുകളിൽ നടത്തുന്ന ഓഡിറ്റ് ഉണ്ടല്ലോ, അതാണ് ഗവൺമെൻറ് ഓഡിറ്റ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് മെയിൻ ഫീച്ചേഴ്സ് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് അഡ്ഹറൻസ് ടു കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, observance of provision of act, rules and bylaws, valuation of securities, verification of balance of depositors and creditors, examination of overdue debts and classification of bad debts, personal verification of members and examination of their passbooks, discussion of draft audit report with the managing committee, audit classification of society and examination of the working and other prescribed particulars of the society. ഇതാണ് ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആയിട്ട് പറയുന്നത്. ഒബ്ജക്റ്റ് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ്. ഒരു കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ഒബ്ജക്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് വെരിഫിക്കേഷൻ ഓഫ് ദി, അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിൽ നിന്ന് എഴുതാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഡ് ഔട്ട് ചെയ്താൽ മതി. ഓക്കെ, വെരിഫിക്കേഷൻ ഓഫ് ദി അക്യൂറസി ഓഫ് ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്, പിന്നെ ഡിറ്റക്ഷൻ ഓഫ് ക്ലറിക്കൽ എറേഴ്സ് ആൻഡ് എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആൻഡ് പ്രിവെൻഷൻ ഓഫ് സച്ച് എറേഴ്സ്. അതായത് ക്ലറിക്കൽ എറേഴ്സും പ്രിൻസിപ്പിൾ എറേഴ്സൊക്കെ കണ്ടുപിടിക്കുക, എന്നിട്ട് അത് പ്രിവെൻറ്റ് ചെയ്യുക. പിന്നെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ്സിനെ അതുപോലെ തന്നെ കണ്ടുപിടിക്കുക, അത് പ്രിവെൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു 3-4 പോയിൻറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വയ്ക്കുക കേട്ടോ.
പിന്നെ നെക്സ്റ്റ് ഇതിലുള്ളതാണ്, അല്ലെങ്കിൽ അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അതിൽ 2 ഡിഫറൻസ് പറയുന്നുണ്ട്. അത് രണ്ടും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒബ്ജക്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ മെയിൻ ഫീച്ചേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഡിറ്റ്, അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓഡിറ്റ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി ക്വസ്റ്റ്യൻ വന്നേക്കാം. ഓക്കെ, പഠിച്ച് വെക്കാം കേട്ടോ. താങ്ക് യു.